ചില സമയത്ത് ഇടുന്ന ചില പ്രചോദിത വാക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമുക്ക് വളരാനും നമ്മെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഫൈസൽ സാർ പറഞ്ഞപ്പോൾ ഞാനതാണ് നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അത് മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. സാറിൻ്റെ എല്ലാ ക്ലാസ്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രോത്സാഹനമാണ്. എന്താണ് 3 ക്ലാസ് വരുന്നതോടുകൂടി തീർന്നിട്ടുണ്ട്. ഒരു കമ്മിയില്ല. നമുക്ക് തോന്നുകയാണ് നമുക്ക് പോരാൻ കഴിയൂല. എല്ലാവർക്കും ഇതിന് കഴിയും. ഞാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ 3ാമത്തെ ക്ലാസ് ആകുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു വേദിയിൽ പ്രസംഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം തരുന്ന ഒരു വാക്ക്. അങ്ങനെയുള്ള പ്രഭാഷകരാവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രചോദനവും ഒക്കെയാണ് ലഭിക്കേണ്ടത്. അതിന് സംസാരിക്കും മുമ്പ് നമ്മൾ ചിന്തിക്കണം, സംസാരിക്കുമ്പോഴും ചിന്തിക്കണം, സംസാരിച്ച ശേഷവും ചിന്തിക്കണം. ചിന്തയുടെ പിറകിലായിരിക്കണം നമ്മുടെ സംസാരം. നല്ല പ്രഭാഷകരാവാൻ, നല്ല പ്രസംഗകരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറും ഒരു പ്രസംഗ ക്ലാസ് മാത്രമല്ല, ഇന്നത്തെ സാഹചര്യങ്ങൾ, അതുപോലെ നമ്മുടെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, അതിനെക്കുറിച്ച്, അതുപോലെ തന്നെ അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, നമ്മുടെ എല്ലാ മേഖലയിലും ഉള്ള ഒരു അറിവ് നമുക്ക് ഇന്ന് ഇവിടുന്ന് നേടാൻ സാധിച്ചു. അനുസ്മരണ പ്രസംഗത്തിനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതേ മദ്രസയിൽ അതേ സ്റ്റേജിന്മേൽ വളരെ ഭംഗിയായി നിർഭയം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഭംഗിയായി സംസാരിച്ചു. അലിവിൻ്റെ നീരിനായി തേടുമീ വേഴാമ്പല്, അളവറ്റ കാരുണ്യം നൽകിയിടേണേ നീ ഓശാരം അർഹമ.